റീനൽ സർക്കുലേഷൻ. നൗ കിഡ്നിക്ക് ഉള്ളിൽ കൂടെ പോകുന്ന ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഈവൻ ഇഫ് ദി കിഡ്നി ഈസ് എ റിലേറ്റീവ്ലി സ്മോൾ ഓർഗൻ, അതിൻ്റെ അകത്ത് നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ 24% ബ്ലഡും റീനൽ സർക്കുലേഷനിലോട്ട് കിഡ്നിക്കുള്ളിൽ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദിസ് ബ്ലഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇസ് കൺസേൺഡ് വിത്ത് ഫിൽട്രേഷൻ ഓഫ് പ്ലാസ്മ. ബ്ലഡിൻ്റെ അകത്തുള്ള പ്ലാസ്മയുടെ ഫിൽട്രേഷനും അതിനനുസരിച്ച് യൂറിൻ ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ കളയുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഫങ്ഷൻ. ഈ ബ്ലഡിനുള്ള എക്സസ് ബ്ലഡും അതിൻ്റെ ഡീടോക്സ് ചെയ്യുന്നതുമെല്ലാം റീനൽ കിഡ്നീസ് വഴിയാണ്. നൗ ഇതിൻ്റെ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓട്ടോ റെഗുലേറ്റഡ്. സ്വയമേയാണ് അത് ബ്ലഡ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഓട്ടോ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ബി പി താന്നാലും പൊങ്ങിയാലും ഒന്നും കിഡ്നിയുടെ ഫങ്ഷൻസ് കൂടുകയോ കുറവോ ചെയ്യത്തില്ല. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് ഓട്ടോ റെഗുലേറ്റഡ് ആയിട്ട് നിൽക്കും. ഇനിയും വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ബി പി കുറഞ്ഞാൽ മാത്രമേ റീനൽ ഫങ്ഷൻ ഏറ്റെടുക്കത്തുള്ളൂ. വെൻ ദ ബി പി ഫോൾസ് വെരി ലോ, റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഇസ് ബീങ് റിലീസ്ഡ് ഫ്രം ദി കിഡ്നി. അത് റെനിൻ ആൻജിയോടെൻസിൻ ആൻഡ് ആൽഡോസ്റ്ററോൺ മെക്കാനിസം വഴി റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചിരുന്നു. ഓക്കെ, നൗ ദ സ്പ്ലെനിക് സർക്കുലേഷൻ. സ്പ്ലെനിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ദ ബ്ലഡ് ഫ്ലോ ദാറ്റ് ഈസ് ഗോയിങ് വിതിൻ ദി GIT, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അനാറ്റമി ഓഫ് ദ സർക്കുലേഷൻ പറയുന്നത് ഇസ് ദാറ്റ് യൂഷ്വലി ഈ വീനസ് ബ്ലഡ് വിച്ച് ഹാസ് ടു റിട്ടേൺ ബാക്ക് ടു ദി ഹാർട്ട്, അത് ഡയറക്റ്റ്ലി ബ്ലഡ് ഹാർട്ടിലോട്ടല്ല പോകുന്നത്. ഇറ്റ് ഈസ് വയ ദി പോർട്ടൽ വെയിൻസ് ആദ്യം ലിവറിലോട്ട് പോയിട്ട് ലിവറിൽ നിന്ന് ടു ദി ഹെപ്പാറ്റിക് സർക്കുലേഷൻ വെയിൻസ് വഴി, ആൻഡ് ഫ്രം ദി ഹെപ്പാറ്റിക് വെയിൻസ് ആണ് ഇൻഫീരിയർ വീന കേവയിലോട്ട് പോയിട്ട് അത് ഹാർട്ടിലോട്ട് പോകുന്നത്. സോ നമുക്ക് മനസ്സിലാക്കേണ്ടത് all the blood that is deoxygenated, it will pass through the liver, the hepatic vein, and then only into the inferior vena cava. Since this hepatic circulation is always concerned with digestion, that is GIT യുടെ blood circulation ആയതുകൊണ്ട് and absorption of food, അതിൻ്റെ full function എന്ന് പറയുന്നത് is to carry out this blood which has food that is absorbed, അതിൻ്റെ contents ഉള്ളത്. It passes through the liver. Only after passing through the liver it reaches any other parts of the body. So അതിനകത്ത് എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവർ മൊത്തം അത് ഫിൽറ്റർ ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ബോഡി പാർട്സിലോട്ട് ഫ്രഷ് ഫുഡ് അബ്സോർബൻറ്റ് കണ്ടൻസ് അത് എത്തിക്കത്തുള്ളൂ. ആൻഡ് സ്പ്ലെനിക് വെസൽസ് ഓൾസോ സെർവ് ആസ് എ റിസർവോയർ ഫങ്ഷൻ. Constriction of the splenic arterioles, the resistance of the vessels increases under the control of the sympathetic nervous system and makes a major contribution in BP. So this is how the splenic circulation works. The splenic veins also constrict in response to stimulation of the sympathetic nerve. This reduces their capacity and increases the flow of blood returning to the heart. So sympathetic nerve-ന്റെ സ്റ്റിമുലേഷൻ്റെ റെസ്പോൺസും സ്പ്ലെനിക് വെയിൻസിന് നന്നായിട്ട് ഉണ്ട്. Now coming to the last, the skeletal muscle contraction. A contracting muscle produces several kinds of chemicals which are the byproducts of its metabolic activity. So മസിൽസ് ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അതിന് ബൈ പ്രോഡക്ട്സ് മെറ്റബിളൈറ്റ്സ് ഉണ്ടാകും. ഈ മെറ്റബിളൈറ്റ്സ് എല്ലാം ഇതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ മസിലിൻ്റെ സർക്കുലേഷൻ്റെ അകത്തായിരിക്കും ഉള്ളത്. ആൻഡ് മെറ്റബിളൈറ്റ്സ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഓഫ് ദ വെസൽസ്, ദറ്റ് ഈസ് ദി ആർട്ടീരിയോൾസ്, വിൽ ഇൻക്രീസ്, dilating them and thus regulating the blood flow so that it is appropriate for the level of activity.
although the sympathetic nerve do supply the muscles of the blood vessels, they control only the resting blood flow and play no part in the response to exercise. In rest stage, the flow in all the muscles is only about 1 liter per minute. Out of the cardiac output, only 5 liters ഒരു മിനിറ്റിൽ ഇതിൻ്റെ അകത്ത് കയറി പോകുന്നുള്ളൂ. But during exercise, if the carbon dioxide, the cardiac output increases during exercise, 25 liter per minute വരെ, അല്ലെങ്കിൽ 20 liters of this goes to the working muscles. ബാക്കി 5 liters മാത്രമേ വർക്കിംഗ് മസിൽ അല്ലാത്തതിന് പോകത്തുള്ളൂ. ദാറ്റ് ഈസ് എക്സസൈസ് ചെയ്യുമ്പം കാർഡിയക് ഔട്ട്പുട്ട് കൂടും. കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നതനുസരിച്ച് 25 ലിറ്ററോളം ബ്ലഡ് ഒരു മിനിറ്റിൽ ഈ മസിൽസ് വഴി സ്കെലറ്റൽ സ്ട്രക്ചേഴ്സിലോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ 20 ലിറ്ററോളം വർക്കിംഗ് മസിൽസിലോട്ടായിരിക്കും പോകുന്നത്. സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് യുവർ കാർഡിയോവാസ്കുലർ സിസ്റ്റം വിത്ത് യുവർ റീജിയണൽ circulation.